ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങളും എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കണ്ട് ബി.പിയുടെ മെഡിസിൻസ് എടുക്കേണ്ടത്, ചില ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബി.പി നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി.പിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 120/80 ആണ്. സോ ഇതിൻ്റെ മുകളിൽ വരുന്ന സമയത്താണ് നമുക്ക് ഇതിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഉയർന്ന ബി.പി എന്ന് പറയുന്നത് 140/90 അല്ലെങ്കിൽ 150/90, 100 അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കിതിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പാരമ്പര്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ ബി.പിയുടെ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലും ഇതുപോലെ തന്നെ ബി.പിയുടെ പ്രോബ്ലംസ് നേരത്തെ വരാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ പ്രായം കുറഞ്ഞവരിലും ബി.പിയുടെ പ്രോബ്ലംസ് ഇപ്പോൾ കൂടി വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഉറക്കക്കുറവിൻ്റെയും ഇഷ്യൂസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എക്സസൈസിൻ്റെ നല്ല കുറവ് മൂലവും നമുക്ക് വെയിറ്റ് അമിതമായിട്ട് കൂടുകയും ഒബേസിറ്റി പോലെ പോകുകയും കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൂടുകയും ചെയ്യുന്നത് മൂലം തന്നെ വളരെ ചെറിയ പ്രായത്തിലുള്ളവർക്കും ഇപ്പോൾ ബി.പി വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഒരു മെയിൻ കാരണമാണ്. അമിതമായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പപ്പടവും അതുപോലെ തന്നെ ചിപ്സ് ഐറ്റംസും അതുപോലെ തന്നെ പല സോസേജുകളും ഒക്കെ നമുക്ക് ഉപ്പടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിതൊരു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ടെൻഡൻസി ഉള്ളവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ബി.പിയുടെ വേരിയേഷൻസ് ഒക്കെ വരുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. ഇതൊക്കെയാണ് ബി.പിയുടെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്. ആക്സിഡന്റലി നമ്മൾ ചിലപ്പോൾ ബി.പി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ബി.പിയുടെ വേരിയേഷൻസ് നമ്മൾ കണ്ടുവരുന്നത്. 140/90 അല്ലെങ്കിൽ 150/90/80 അങ്ങനെ നമ്മൾ കണ്ടുവരാറുണ്ട്. സോ നമ്മളൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് നടന്നിട്ടാണ്, നല്ല രീതിയിൽ നടന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി വന്ന് നമ്മൾ ജസ്റ്റ് ഇരുന്നതിന് ശേഷമാണ് ബി.പി ചെക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ബി.പിയിലെ വേരിയേഷൻസ് നമുക്ക് കാണിക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബി.പി ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഡോക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കുന്നു. സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളത് തുറന്ന് നമ്മളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യകതയുണ്ട്. സോ അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ ഉറക്കക്കുറവിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് നമ്മുടെ കാരണങ്ങൾ ഉറക്കത്തിൻ്റെ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങാനൊക്കെ ശ്രദ്ധിക്കുകയും കുറച്ച് ദിവസം നമ്മൾ നല്ല രീതിയിൽ ഒരു ഉറങ്ങുകയും സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബി.പി ചിലപ്പോൾ നോർമലിലേക്ക് വരാവുന്നതാണ്. ഈ ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് നമ്മുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ബി.പി വളരെയധികം ഹൈ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത വരും. മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത നമ്മുടെ ഏജിനെയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനെയും ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏജ് ബിലോ 30 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, നമുക്ക് അമിതവണ്ണം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ബി.പി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എബോവ് 30 അല്ലെങ്കിൽ 40 ഒക്കെ ഉള്ളവരാണ്, അമിതവണ്ണമുണ്ട്, കൊളസ്ട്രോളിൽ നല്ല വേരിയേഷൻസ് ഒക്കെ ഉള്ളവരാണ്, ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത വരും. ബി.പി ചെറിയൊരു വേരിയേഷൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ബി.പിയുടെ ഇഷ്യൂസ് ഉള്ളവരും ഓൾറെഡി ബി.പിയുടെ മെഡിസിൻസ് എടുക്കുന്നവരും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ബി.പി നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഫസ്റ്റായിട്ട് നമ്മുടെ അമിതമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന് നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രോബ്ലംസ്. തീരെ ഉറക്കമൊന്നും ഇല്ലാത്തവരാണ്, വളരെ ലേറ്റ് ആയിട്ടൊക്കെ ഉറങ്ങുന്നവരാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വളരെ നേരത്തെ ഉറങ്ങി മിനിമം ഒരു 7 to 8 hours പ്രോപ്പറായിട്ട് ഉറങ്ങുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മൾ മറ്റ് ദിവസേന ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിന് പകരം നമ്മൾ ഈ ബി.പിയുടെ വേരിയേഷൻസ് ഉള്ളവരെ ഇതിലും കുറച്ചുകൂടി അധികമായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് നമ്മുടെ ബി.പി പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു ബൗൾ ഫുള്ള് കഴിച്ചതുകൊണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ പോയി ബി.പി ചെക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ആവണമെന്നില്ല. കുറച്ചുകൂടെ നമ്മൾ റെഗുലറായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു 1 to 2 months തന്നെ നമുക്ക് പതിയെ നമുക്കത് കുറഞ്ഞു വരുന്നതാണ്. ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്.
അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അമിതമായിട്ട് റെഡ് മീറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. റെഡ് മീറ്റ് എന്ന് പറയുന്ന ബീഫും മട്ടനും പോർക്കും ഒക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നോൺ വെജിലേക്ക് വരുമ്പോൾ നമുക്ക് മീനും അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ വളരെ മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അധികമായിട്ട് ഫ്രൈ ചെയ്യാതെ കറിയായിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് ഇലക്കറികൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ വാൾനട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, ഫ്ലാക്സ് സീഡ്സ് കഴിക്കാവുന്നതാണ്, ബദാം കഴിക്കാവുന്നതാണ്. ഒരു ദിവസം നമുക്ക് ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഏത്തപ്പഴം നമ്മൾ ഡെയിലി ഒന്ന് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. സോ അത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നര ഇടവിട്ടിട്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് വളരെയധികം നല്ല ഒരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡെയിലി നമ്മളൊരു 30 to 40 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മറ്റ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു കാർഡിയോ വർക്കൗട്ട് നമുക്ക് 10 to 15 മിനിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നത് മൂലം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയും നമ്മുടെ BP വളരെയധികം കുറയ്ക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റ് കാർഡിയോ വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നടക്കാം, ഒരു 30 to 40 മിനിറ്റ് നമുക്ക് നടക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഓടുന്നത് നല്ലതാണ്, സൈക്ലിംഗ് വളരെയധികം നല്ലതാണ്, സ്വിമ്മിങ്ങും വളരെയധികം നല്ലതാണ്. സോ ഇങ്ങനത്തെ വർക്കൗട്ടുകൾ നമ്മൾ ഡെയിലി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് BP കൺട്രോൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെഡിറ്റേഷൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് ലെവലും ടെൻഷനും കുറയ്ക്കുകയും നമുക്ക് BPയുടെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുവാനും നമുക്ക് സഹായകരമാണ്. സോ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ BP നമുക്ക് നല്ല രീതിയിൽ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. BPയുടെ ഇഷ്യൂസ് ഇല്ലാത്തവർക്കും ചെറിയൊരു കൊളസ്ട്രോളിനൊക്കെ വേരിയേഷൻസ് ഉള്ളവർക്കും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് സ്മോക്കിംഗ് ഹാബിറ്റോ അല്ലെങ്കിൽ ആൽക്കഹോൾ ഹാബിറ്റോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർത്തിയാൽ തന്നെ നമുക്ക് BP നമുക്ക് നോർമൽ റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു ടിപ്സ് എല്ലാവരും റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് BP നല്ല രീതിയിൽ നമുക്ക് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ചെറിയ ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.